എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഏട്ടൻ രാവിലെ ഷിഫ്റ്റ് ഡ്യൂട്ടിക്ക് വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വൈകിട്ട് ഞങ്ങൾ സിനിമയ്ക്ക് വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് മെട്രോ സ്റ്റേഷൻ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ വീട്ടിലേക്ക് വരില്ല. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പൂരിയും മട്ടറും പൊട്ടറ്റോയും കൂടെ വെച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. കറി ഞാൻ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ എണീറ്റിട്ട് പിന്നെ പൂരി ഉണ്ടാക്കി ഏട്ടന് കൊടുത്തു വിട്ടു. അപ്പം മൂവി കാണാൻ പോകേണ്ടത് കൊണ്ട് ഞാൻ ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ചിക്കൻ കറി ആകുമ്പം എന്തായാലും വരാൻ വേണ്ടി ലേറ്റ് ആവും. പിന്നെ രാത്രി വന്നിട്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിക്കൻ കറി അങ്ങ് ആക്കിയ കേട്ടോ. അതിനുശേഷം പിന്നെ ചോറ് ഏട്ടന് കൊണ്ടുപോകണം, ഞങ്ങൾക്ക് കഴിച്ചിട്ടും പോകണം. അപ്പം ചോറ് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അതങ്ങ് ലെമൺ റൈസ് ആക്കാമെന്ന്. ഇവിടെ എല്ലാവർക്കും ലെമൺ റൈസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ലെമൺ റൈസും ചിക്കൻ കറിയും. അപ്പം ഞാൻ ഇപ്പം എല്ലാവർക്കും കഴിക്കാനും ഭയങ്കര എളുപ്പമാണല്ലോ, അത് കാരണം ലെമൺ റൈസും ചിക്കൻ കറിയും അങ്ങ് ആക്കിയ കേട്ടോ. ഞങ്ങൾ സർവ്വമായ മൂവി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. റിവ്യൂ ഒക്കെ കണ്ടിട്ട് എല്ലാവരും നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് കാണാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ടിക്കറ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് എന്തായാലും ഒരു 3-4 മെട്രോ ഒക്കെ മാറി കയറി വേണം പോകാൻ. അപ്പം എന്തായാലും വരുമ്പം രാത്രിയാവും കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ കുളിച്ചിട്ട് ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഏട്ടനുള്ളത് പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഏട്ടൻ നാട്ടിൽ പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, വന്നിട്ടുള്ള വീഡിയോ ഇട്ടില്ലല്ലോ എന്ന് ഏട്ടാ. വന്നതിന് ശേഷം അടുത്ത ദിവസം തന്നെ ജോയിനിങ് ആയിരുന്നു. അപ്പം ബി ഷിഫ്റ്റ് ആയിരുന്നു കേട്ടോ. ബി ഷിഫ്റ്റ് എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് പോയിട്ട് രാത്രിയിൽ ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പം ആ ഒരു ഡ്യൂട്ടിയിൽ പിന്നെ ടൈമൊന്നും കിട്ടാറില്ല. പിന്നെ അതുകൊണ്ട് ഇപ്പോൾ എ ഷിഫ്റ്റ് വന്നപ്പോഴാണ് കേട്ടോ ഞങ്ങൾ മൂവി കാണാൻ വേണ്ടിയൊക്കെ പ്ലാൻ ചെയ്തത്. അങ്ങനെ ഏട്ടനുള്ള ഫുഡും പിന്നെ യൂണിഫോമിൽ പോയതുകൊണ്ട് ഡ്രസ്സ് വേറെ എടുക്കണമായിരുന്നു, പിന്നെ ഷൂ വേറെ എടുത്തു. എന്തായാലും ഒരു കാറും കൊണ്ട് ഞങ്ങൾ പോകുന്നുണ്ടല്ലോ, അപ്പം അതിൻ്റെ ഡിക്കിൽ കൊണ്ടിട്ടിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം അവിടെ കിടന്നോളും. അപ്പോൾ ഏട്ടൻ ബാരക്കിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നോളാം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു 1:30 ആയപ്പോഴത്തേനും റെഡിയായി. ഏട്ടൻ 2:30 ആകുമ്പോഴത്തേനും മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് വരാമെന്നാണ് ഏട്ടൻ പറഞ്ഞേക്കുന്നത്. ഇതിന് മുമ്പ് കുറേ നാളായി ഞങ്ങൾ മൂവി കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നന്ദുവിന് മൂവി ഇഷ്ടപ്പെടാഞ്ഞിട്ട് അവയായിരുന്നു ഫുള്ള് മൊബൈൽ കണക്കായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം എന്താവുമെന്ന് അറിയില്ല. അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫോണൊന്നും തരില്ല എന്നൊക്കെ. അപ്പോൾ അവൻ കണ്ടോളാന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി കണ്ടില്ലെങ്കിൽ പിന്നെ ഇന്നിട്ട് മൂവിക്കൊന്നും കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ അടുത്ത്. അങ്ങനെ നമ്മളതാ റിട്ടാല എത്തിയിട്ടുണ്ട്. ഏട്ടൻ ഫുഡ് കഴിക്കാൻ ബാരക്കിൽ പോയിട്ടോ. നമ്മുടെ കോട്ടേഴ്സിൽ നിന്ന് മെട്രോ സ്റ്റേഷൻ വരെ ഒരു 10-12 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേനും ഏട്ടൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളത് മെട്രോയ്ക്ക് പോകാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് മെട്രോ ആണ് കേട്ടോ. മെട്രോ ആണ് നമുക്ക് ഏറ്റവും സുഖകരവും സൗകര്യമായിട്ടുള്ളത്. ഇല്ലെങ്കിൽ ട്രാഫിക്കിൽ കിടന്നിട്ട് നമുക്ക് ഒരിക്കലും സമയത്തിന് എത്താൻ വേണ്ടി പറ്റൂല. അത് കാരണം മെട്രോയിലാണ് കേട്ടോ ഞങ്ങൾ കൂടുതലും യാത്ര ചെയ്യുന്നത്. അങ്ങനെ ജസ്റ്റ് 2 മിനിറ്റ് മുമ്പെയാണ് കേട്ടോ ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. അപ്പം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ചെന്നതുകൊണ്ട് ഒരു 3-4 മെട്രോ ഒക്കെ മാറി കയറണമായിരുന്നു. അപ്പോഴത്തേനും ടൈം കുറച്ച് പോയേട്ടോ. അങ്ങനെ എന്തായാലും സമയത്തിന് ഞങ്ങൾക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ മക്കളെ സ്ഥിരം പരിപാടിയാണ് ഇന്റർവെൽ ആകുമ്പോൾ പോപ്കോൺ തീറ്റി. അങ്ങനെ പോപ്കോൺ ഒക്കെ കഴിച്ച് സിനിമയൊക്കെ കണ്ടു കേട്ടോ. ഞങ്ങൾ മൂവി കണ്ട് വെളിയിറങ്ങി. മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? പറയൂ, മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? മൂവി ഇഷ്ടപ്പെട്ട? എന്റെ കൊച്ചിനോട് ചോദിക്കട്ടെ, മൂവി ഇഷ്ടപ്പെട്ടോ നന്ദു? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല മൂവിയായിരുന്നു. അങ്ങനെ മൂവിയൊക്കെ കണ്ട് ഞങ്ങൾ വെളിയിൽ ഇറങ്ങി. പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി മൂവിയാണ്, സൂപ്പർ മൂവി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ വന്ന വഴിക്ക് ഞങ്ങൾ എല്ലാവരും ഓരോ ചായയൊക്കെ കുടിച്ചു. നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഞങ്ങൾ 2 ചായയും അവർ 2 കോഫിയാണ് കേട്ടോ കുടിച്ചത്. അങ്ങനെ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് വന്നിറങ്ങി. എൻ്റെ ഫ്രണ്ടിൽ പോകുന്ന ഏട്ടനാണ് കേട്ടോ BH രജിസ്ട്രേഷൻ ബൈക്ക്. ഞങ്ങൾ രണ്ടുപേരും 2 വണ്ടിക്കകത്താണ് കേട്ടോ. ഏട്ടൻ ഫ്രണ്ടിൽ ബൈക്കിൽ പോയി, ഡ്യൂട്ടി കഴിഞ്ഞ് ബൈക്ക് ഓടിയിരുന്നത്. അപ്പം ഏട്ടൻ ഫ്രണ്ടിൽ ബൈക്കിൽ പോയി, ഞങ്ങൾ ബാക്കിൽ കാറിൽ. രണ്ടുപേരും പിന്നെയും അടി ഉണ്ടാക്കിയതുകൊണ്ടാണ്. പിന്നെ ഞങ്ങൾ പൊറോട്ട വാങ്ങാന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. കേരള കടയിൽ നടവായിരുന്നു അവിടെ, അതുകൊണ്ട് പൊറോട്ട കിട്ടിയില്ല. വീട്ടിൽ പോയിട്ട് റൊട്ടി ഉണ്ടാക്കി കഴിക്കണം. ഞങ്ങൾ വന്ന വഴിക്ക് പൊറോട്ട കിട്ടിയില്ല, അതുകൊണ്ട് ഞങ്ങൾ ചോല ഭട്ടൂര വാങ്ങിച്ച് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ ചോല ഭട്ടൂര ചോല ഭട്ടൂരയുടെ ക്യാരറ്റിൻ്റെ അച്ചാറും നാരങ്ങയാണ് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.